നേപ്പാളിലുണ്ടായിരിക്കുന്ന ദുരന്തത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ചില കാര്യങ്ങളിൽ എത്തിച്ചേരുകയാണ്. ആദ്യം നമ്മൾ കേട്ടത് ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് ഹിമാലയൻ പർവ്വത നിരകളുടെ പ്രദേശത്തൊരു ഭൂകമ്പം ഉണ്ടാവുകയും അതേ തുടർന്ന് മലകൾ ഇടിഞ്ഞ് താഴേക്ക് വന്ന് നദികളിലൂടെ ഒഴുകി കരകൾ വിഴുങ്ങി എന്നൊക്കെയല്ലേ കേട്ടത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് അത്തരത്തിൽ ഭൂകമ്പമല്ല കാരണമെന്നും മറിച്ച് ഈ ഗ്ലേഷ്യർ വലിയ ഹിമപർവ്വതങ്ങളുടെ ഭാഗങ്ങൾ അടർന്നു വീണിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് അടർന്നു വീഴുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്, ചില സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് പറയുന്നത്, ഈ മലകളുടെ ഉള്ളിൽ മഞ്ഞും പാറയും വെള്ളവും ചെളിയും എല്ലാം കൂടി ചേർന്ന് കിടക്കുന്ന സിമൻറ്റ് പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വളരെയധികം ഉറപ്പോടിരിക്കുന്നൊരു പ്രതലം, അതിനകത്തേക്ക് ചില സമയങ്ങളിൽ എന്ത് കാരണങ്ങൾ കൊണ്ടോ മഞ്ഞ് ഉരുകി വെള്ളം വന്ന് വീഴാം. ഈ വെള്ളം ഒരു ലൂബ്രിക്കൻ്റായിട്ട് മാറാം. അപ്പോൾ നേരത്തെ പറഞ്ഞ സിമൻറ്റിൻ്റെ പിടുത്തം ഈ മഞ്ഞുമലയുടെ ഉള്ളിൽ വേർപെട്ടു പോകാം. എന്തെങ്കിലും ഒരു ചെറിയ കാരണം പെട്ടെന്ന് കിട്ടിയാൽ, ഭൂകമ്പമാവാം, മഴയാവാം, ഒരു പാറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിയുന്നതാവാം, എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ, ഇവിടെ ഭൂകമ്പം ഉണ്ടായിട്ടില്ല, ഒരുപക്ഷെ മഴയായിരിക്കാം, അല്ലെങ്കിൽ മഞ്ഞുരുക്കം ശക്തമാകാം. ആ സമയത്ത് ഈ പിടുത്തം വേർപെട്ടിട്ട് മഞ്ഞുമല അങ്ങനെ തന്നെ താഴേക്ക് ഉരുണ്ട് വീഴും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു 0.2 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതി മാത്രമുള്ള ഒരു മഞ്ഞുമലയുടെ അംശം ഇതുപോലെ അടർന്ന് താഴേക്ക് വീഴുമ്പോൾ, താഴേക്ക് വീഴുന്നെന്ന് പറയുമ്പോൾ ഹിമാലയൻ പർവ്വത നിരകളെന്ന് പറയുന്നത് വലിയ പൊക്കമുള്ള സ്ഥലമാണല്ലോ. 1.2 കിലോമീറ്റർ താഴ്ചയിലേക്കാണ് ഇത് വന്ന് വീണത്. വന്ന് വീഴുന്നത് ഒരു നദീതടത്തിലാണ്. അതാണ് കോലാ നദി. ഉത്ഭവസ്ഥാനമാണ് അവിടെ നിന്നിങ്ങനെ ഒഴുകി കോലാ നദിയെ ഒരുപക്ഷെ ഒന്ന് തടഞ്ഞു നിർത്തി ഈ ചെളിയും മണ്ണും പാറയും എല്ലാം ചേർന്നിട്ട്. അങ്ങനെ തടഞ്ഞു നിർത്തിയ ഏതാനും സെക്കൻഡുകൾ മാത്രം. അത് കഴിഞ്ഞ് സമ്മർദ്ദത്തിൽ വെള്ളം അതിൻ്റെ പിന്നിൽ വന്ന് നിന്നപ്പോൾ പൊട്ടിത്തെറിച്ചൊരു വലിയ ബോംബ് ബ്ലാസ്റ്റ് പോലെയായി മാറി. ഖോരാ നദിയിൽ നിന്ന് പിന്നീട് നമ്മൾ നദിക്ക് പറയുന്ന പേര് കോശി എന്നാണ്. കോശിയിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ കോശിയെ നമുക്ക് മറ്റൊരു ഭാഗത്ത് പറയാം, നമ്മുടെ തൃശ്ശൂലി നദിയുടെ വടക്ക് ഭാഗമെന്ന് പറയാം. അങ്ങനെയും പേര് വിളിക്കുന്നുണ്ട്. തൃശ്ശൂലിയിലേക്ക് പ്രവേശിച്ച് 100-160 കിലോമീറ്റർ ഒഴുകിപ്പോകാനുള്ളൊരു സാഹചര്യം കിട്ടുമ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്നതും പറയുന്നതും പോലെയല്ല ശക്തിയിൽ വരുന്നത്. ഇത്രയും നേരം തട്ടി നിന്നത് ഒരു സെക്കൻഡിൽ 50 മീറ്റർ സഞ്ചരിക്കുന്ന സങ്കല്പിച്ച് നോക്കൂ വേഗത. ആ വേഗതയിലാണ് വെള്ളവും ചെളിയും പാറയും മഞ്ഞും കഷ്ടങ്ങളെല്ലാം കൂടി തൊട്ടടുത്തുള്ള റോഡുകളെയും പാലങ്ങളെയും വീടുകളെയും വാഹനങ്ങളെയും ഒക്കെ വിഴുങ്ങിക്കൊണ്ട് ആളുകളെയും എടുത്തുകൊണ്ട് ഇങ്ങനെ ഒഴുകി പോകുന്നത്. അങ്ങനെയാണ് നൂറുകണക്കിന് ആളുകൾ നദീതീരങ്ങളിൽ കഴിഞ്ഞവർ, അവിടെ കാണാൻ വന്നവർ ഒക്കെ ഒഴുക്കിൽപ്പെട്ട് ഇല്ലാതായി മാറിയത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ലോകം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഘട്ടത്തിലായി നിൽക്കുന്നത്. ഇനി ഇത് ഒഴുകി ഇത് എവിടെ എത്തിച്ചേരും എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഇന്ത്യയിലേക്ക്, ഇപ്പോൾ നേപ്പാളിൻ്റെ നമ്മൾ ആ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഉത്തർപ്രദേശുമായിട്ട് ബീഹാറുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണല്ലോ നേപ്പാൾ. അപ്പോൾ ബീഹാറിലേക്ക് വരുമ്പോൾ അത് പിന്നെ നദിയുടെ പേരൊക്കെ ദേവഘട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പേരാണ്. നാരായണി നദി എന്നാണ് നേപ്പാളിൽ പറയുന്നത്. അത് പിന്നെ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് ബീഹാറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നദിയുടെ പേര് വീണ്ടും മാറും, ഗന്ധക് എന്നൊക്കെയായി മാറും. അത് പിന്നെ ഉത്തർപ്രദേശിലേക്ക് പോകുമ്പോൾ പിന്നെ ഗംഗാ നദിയിലേക്ക് പോകും. അതുകൊണ്ടാണ് മൃതദേഹങ്ങൾ ഒഴുകി വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യ പറഞ്ഞു ജാഗ്രത പാലിക്കണം, ബീഹാറിലും ഉത്തർപ്രദേശിലും ജാഗ്രത പാലിച്ചേ പറ്റൂ. വേണമെങ്കിൽ ഇത് തുടർന്നു പോയാൽ, ഇനിയും മലയിടിഞ്ഞാൽ, ഇതിനപ്പുറം ശക്തിയിൽ വെള്ളം ഇങ്ങോട്ട് വന്നാൽ, അതായത് ഈ തൃശ്ശൂരി നദിയിലൊക്കെ ഒരു 30 മിനിറ്റ് സമയം കൊണ്ട്, ആൾക്കാരോട് ഒഴിഞ്ഞു പോകാനൊന്നും പറയാൻ സമയം കിട്ടിയിട്ടില്ല, 30 മിനിറ്റ് സമയം കൊണ്ട് 9 മീറ്റർ വെള്ളം പൊങ്ങിയെന്നാണ്. ഇപ്പോൾ ഈ ലോകാവസാനത്തിൻ്റെ കഥകളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള, മനസ്സിലാക്കി വെച്ചിട്ടുള്ള നമുക്കത് സങ്കല്പിക്കാൻ പറ്റണം. ഈ ഒരു അരമണിക്കൂർ മതി എല്ലായിടത്തും വെള്ളം കയറിയിട്ട് ഇല്ലാതാകാൻ, നമ്മൾ മുങ്ങിപ്പോകാൻ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ മഞ്ഞിങ്ങനെ ഉരുകിയത് എന്നിടത്തുനിന്ന് ആരംഭിക്കുമ്പോൾ, ചർച്ച ആരംഭിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അവിടെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച്, നമ്മൾ തന്നെ ഉയർത്തിവിടുന്ന, ഫാക്ടറിയിൽ നിന്ന് പുറത്തുവിടുന്ന വാതകങ്ങൾ ഉണ്ടാക്കുന്ന അന്തരീക്ഷ മാറ്റങ്ങളെക്കുറിച്ച്, ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാക്കിയിട്ട് അതിലൂടെ കടന്നു വരുന്ന കടുത്ത വിഷമുള്ള രശ്മികൾ നമ്മുടെ മഞ്ഞിനെ ഉരുക്കുന്നതിനെക്കുറിച്ച്,
മഞ്ഞുപാറകൾ ഉരുക്കിയിട്ട് വെള്ളം താഴേക്ക് വരുന്നതിനെക്കുറിച്ച്, അപ്പാടെ അത് വന്ന് വീണ് നദീതടങ്ങളിൽ നിറയുന്നതിനെക്കുറിച്ച്, ബ്ലോക്ക് ഉണ്ടാവുന്നതിനെക്കുറിച്ച്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ചെയ്തികളുടെ പ്രതിഫലനമാണ് എന്നത് ബോധ്യമാകാൻ ഇത്തരം സംഭവങ്ങൾ കാരണമാകണം.